ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുരളിയുടെ വീട്ടിലെത്തുന്ന ദേവിക എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. നന്ദു ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കാൻ തയ്യാറായാലും എനിക്കും നന്ദുവിനും ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും ഞാനും നന്ദുവും 2 ഇടങ്ങളിലാകുമെന്നും ഞാൻ എൻ്റെ വീട്ടിലും നന്ദു ജയിലിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് ദേവിക പറയുന്നത് കേട്ട് മുരളിയും ഗൗരിയും ഭാർഗവിയൊക്കെ ഒന്നടങ്കം ഞെട്ടുന്നുണ്ട്. തുടർന്ന് നന്ദു ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുകയാണെന്നും അരുന്ധതി മേഡത്തിൻ്റെ മകനില്ലേ ഋഷിയെ നന്ദു കൊന്നുകുഴിച്ചു മൂടിയെന്ന് ദേവിക പറയുന്നത് കേട്ട് ഗൗരിയും മുരളിയും ഭാർഗവിയും എല്ലാം ഷോക്കാവുന്നുണ്ട്. തുടർന്ന് നന്ദു ഇതെല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നും ഇസബെല്ലയും കെവിനുമാണ് നന്ദുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ പിടിച്ചു നിർത്തിയത്. ഹരിയങ്കളിനെ അച്ഛൻ വിവരം അറിയിച്ചിരുന്നു. നന്ദുവിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹരിയങ്കൾ ചന്ദ്രോത്തേക്ക് വന്നതെന്നും പക്ഷേ ഹരിയങ്കളിനും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് ഒരുപാട് കാലമൊന്നും എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. നന്ദുവിന് നിയമത്തിന് മുൻപിൽ കീഴടങ്ങിയേ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്. നന്ദുവിനോട് എല്ലാം പൊറുക്കാൻ തയ്യാറായാൽ കൂടി ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ഞങ്ങൾക്കിനി ഈ ജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക കരയുന്നു. ഇത് കേൾക്കുന്ന ഭാർഗവിയാണെങ്കിൽ പ്രഭകുഞ്ഞ് ഇതെങ്ങനെ സഹിക്കുമെന്ന് പറയുമ്പോൾ പ്രഭാൻറ്റിയുടെ മകനാണ് നന്ദു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ദേവികയുടെ ഭർത്താവാണ് നന്ദൻ. സ്വന്തം ജീവിതമാണ് ദേവികയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഇതിൽ വിഷമമുണ്ട് അമ്മയെന്ന് ഭാർഗവിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗരി. ദേവിക വിഷമിക്കാതിരിക്കുക. നന്ദനെ നിയമത്തിന് മുൻപിൽ ഹാജരാക്കിയാലും പിന്നെയും പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. ദൈവം കൂട്ടിച്ചേർത്തവരാണ് ദേവികയും നന്ദനും. നിങ്ങൾക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുരളി ദേവികയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇസബെല്ല കെവിൻ്റെ സംശയാസ്പദമായ പെരുമാറ്റത്തെക്കുറിച്ചെല്ലാം ഐസക്കിനോട് പറയുന്നു. അവൻ എന്തോ നമ്മളിൽ നിന്നൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട്. നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഋഷിയെ നന്ദൻ ഒറ്റയ്ക്കല്ല സംഘം ചേർന്ന് കൊലപ്പെടുത്തി എന്നൊക്കെയാണ് മറ്റുള്ളവർക്ക് സംശയം തോന്നാം എന്നൊക്കെയാണ് കെവിൻ പറയുന്നത്. അവൻ ആരോടോ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാപ്പൻ വിചാരിച്ചാൽ അത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നെല്ലാം ഇസബെല്ല ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ബെല്ല, എല്ലാത്തിനും നമുക്ക് പോവഴി ഉണ്ടാക്കാം. അങ്ങനെ നമ്മളറിയാതെ കെവിൻ ആരോടെങ്കിലും ഈ രഹസ്യം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ ഐസക്ക്. പിന്നീട് സിദ്ധാർത്ഥ് ദേവികയെ വിളിച്ച് അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നു. അച്ഛനിപ്പോൾ നല്ല ഭേദമുണ്ടെന്നും ദേവിക പറയുന്നുണ്ട്. തുടർന്ന് ഹരിയേട്ടൻ അരുന്ധതിയെ കാണാൻ പോയ വിവരമൊക്കെ ദേവികയെ അറിയിക്കുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥ്. പിന്നീട് പ്രഭാവതി നന്ദൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നന്ദനാണെങ്കിൽ ഇപ്പോൾ ശരിക്കും ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ഞാൻ എൻ്റെ ഫോണെങ്കിലും ഒന്ന് ഓൺ ചെയ്യട്ടെ അമ്മേ, ഇസബെല്ലയോടും കെവിനോടെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസം കിട്ടും എന്നെല്ലാം നന്ദൻ പറയുമ്പോൾ അത് വേണ്ട മോനെ, ഫോൺ ഓൺ ചെയ്ത് വെക്കേണ്ട എന്നല്ലേ സിദ്ധു പറഞ്ഞിരിക്കുന്നത്. മോൻ എന്തായാലും സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ നന്ദനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് സിദ്ധുവിൻ്റെ അടുത്തെത്തുന്ന പ്രഭ നന്ദൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും അവനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലേ സിദ്ധു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ മകൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്നെല്ലാം പ്രഭാവതി പറയുമ്പോൾ ഹരിയേട്ടൻ അരുന്ധതി മേടത്തിൽ ചെന്ന് കാണുന്നുണ്ട്. എന്തായാലും ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥൻ. പിന്നീട് റിട്ടയേർഡ് ജഡ്ജി ഹരി അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. കോളിംഗ് ബെല്ല് കേൾക്കുന്നതും അരുന്ധതി തന്നെയാണ് ചെന്ന് വാതിൽ തുറക്കുന്നത്. തുടർന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റിട്ടയേർഡ് ജഡ്ജി ഹരി, ചന്ദ്രോത്തെ ഫാമിലി ഫ്രണ്ട് ആണെന്ന് അറിയിക്കുന്നു. അത് കേട്ട് ഒന്ന് നടുങ്ങുന്നുണ്ട് കേട്ടോ അരുന്ധതി. അത് ജഡ്ജി ഹരി പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ടെൻഷനോടെയാണെങ്കിലും ഹരിയെ സ്വീകരിച്ചെത്തുക ചെയ്യുന്നുണ്ട് അരുന്ധതി. തുടർന്ന് ഋഷി ഒറ്റ മകനാണല്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരി. ഞാൻ ചന്ദ്രോത്ത് പോയിരുന്നു എന്നും അരുന്ധതി ഒറ്റ മകനെ കാണാതായതിൽ വളരെ വിഷമത്തിൽ കഴിയാണെന്നാണ് പ്രഭ പറഞ്ഞത്. പക്ഷേ പ്രഭ പറഞ്ഞ അത്ര ടെൻഷനൊന്നും ഇപ്പോൾ അരുന്ധതിയിൽ കാണുന്നില്ലല്ലോ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുമ്പോൾ തന്നെ ടെൻഷനോടുകൂടി അരുന്ധതി മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ മകൻ എപ്പോഴെങ്കിലും തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മറുപടി കൊടുക്കുന്നു. ഇതേ സമയം ഋഷിയാണെങ്കിൽ മുകളിലെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് പ്രഭാവതി വീട്ടിലേക്ക് വന്നതുപോലെ ഋഷി എങ്ങാനും അപ്രതീക്ഷിതമായിട്ട് താഴേക്ക് വന്നു കളയുമോ എന്നുള്ളൊരു പേടി അരുന്ധതിയെ അലട്ടുന്നുണ്ട്. അന്ന് പ്രഭാവതി കാണാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പക്ഷേ എല്ലാ സമയത്തും ഭാഗ്യം അങ്ങനെ അനുകൂലമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഋഷി താഴേക്ക് വരാതെ എങ്ങനെയെങ്കിലും അവനെ ബ്ലോക്ക് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അരുന്ധതി. അവനെ മുറിയിൽ ചെന്ന് അവനോട് കാര്യം പറയാനും തീരുമാനിക്കുന്നു.
അതിനു വേണ്ടിയിട്ട് സാർ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം, ഒരു അർജൻറ്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി മുകളിലേക്ക് ചെല്ലുന്നു. അരുന്ധതി അങ്ങനെ സ്റ്റെയർ കേസിൽ കയറി പോകുന്നതും ഹരിയെ പരിഭ്രമത്തോടു കൂടി നോക്കുന്നുണ്ട്. അരുന്ധതിയുടെ ഒരു പരിഭ്രമം ഹരിയും പ്രത്യേകം തന്നെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നു. അരുന്ധതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയൊക്കെ ഹരിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അരുന്ധതി മുകളിലെ മുറിയിലെത്തിയിട്ട് ഹരിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാര്യം പറയുന്നു. ഒരു കാരണവശാലും താഴേക്ക് വരരുത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയിൽ നേരിയ സംശയമുള്ള ഹരിയാണെങ്കിൽ അരുന്ധതിയെ പിന്തുടർന്ന് തന്നെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നതും അരുന്ധതിയും ഋഷിയും തമ്മിൽ സംസാരിക്കുന്നത് ഹരി നേരിട്ട് കാണുന്നുണ്ട്. അതോടുകൂടി തന്നെ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ഹരി ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്